വശം. രണ്ടാമത്തത് ഇയാളുടെ ഒരു തെറ്റിദ്ധരിപ്പിക്കൽ, അഥവാ അന്ധനെയും അതേപോലെ തന്നെ മരണപ്പെട്ട ആളുകൾക്കൊക്കെ യേശു ജീവൻ നൽകുമെന്ന് പറഞ്ഞ ആ ആയത്ത് വഉഹിൽ മൗത എന്ന് പറഞ്ഞ അയാൾ നിർത്തുകയാണ്. കാരണം ഇതിന്റെ അപ്പുറത്തേക്ക് ഓതിയാൽ ഇയാൾ ഇതേവരെ ഓതി വെച്ചത് എന്തിനാണോ ആ ആശയം തന്നെ അവിടെ പൊളിയും. അതുകൊണ്ട് തന്നെ മൗത്ത എന്ന് പറഞ്ഞ് നിർത്തേണ്ടി വന്നു. കാരണം ഇതിന്റെ അപ്പുറത്ത് ഉള്ള എന്താണ്, പിന്നെ വഉഹിൽ മൗത ബിഇദ്നില്ല എന്നാണ്. ബിഇദ്നില്ല, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം. അപ്പൊ മരിച്ചവർക്ക് ജീവൻ നൽകുന്നത് അള്ളാഹുവിന്റെ അനുമതി പ്രകാരം, കുഷ്ഠരോഗികൾക്ക് ഭേദമാക്കി കൊടുക്കുന്നത് അള്ളാഹുവിന്റെ അനുമതി പ്രകാരം, അതേപോലെ തന്നെ പിന്നെ കണ്ണ് കാണാത്ത ആളുകൾക്ക് കാഴ്ച ശക്തി നൽകുന്നത് അള്ളാഹുവിന്റെ അനുമതി പ്രകാരം. ഇതാണ് ഖുർആൻ പറഞ്ഞത്. അപ്പൊ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം എന്നുള്ള ഭാഗം കട്ട് ചെയ്തിട്ട് ഇതൊക്കെ യേശു ക്രിസ്തു ചെയ്തു, ഈസാ നബി അലൈഹി ഇസ്ലാം ചെയ്തു എന്ന് ഈസാ നബി അലൈഹി ഇസ്ലാമയുടെ ഒരു കഴിവായിക്കൊണ്ട് ചിത്രീകരിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. യഥാർത്ഥത്തിൽ മുഅ്ജിസത്ത് അല്ലെങ്കിൽ ഇതേപോലുള്ള അത്ഭുത ശക്തികൾ എന്ന് പറഞ്ഞാൽ അത് പ്രവാചകന്മാർക്ക് അവർ പ്രവാചകന്മാരാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി അള്ളാഹു നൽകുന്നതാണ്. അതാണ് ഇവിടെയുള്ള സാധാരണ ഉള്ള അത്ഭുതം പ്രവാചകന്മാർക്ക് ലഭിക്കുന്ന അത്ഭുതം തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഇന്ന് കാണിക്കുന്ന അത്ഭുതങ്ങളൊക്കെ കേവലം ഒരു മറക്ക് പിന്നിൽ നിന്നുള്ള അത്ഭുതമാണ് അല്ലെ. ഞാനൊരു ദൈവമാണ് എന്ന് പറഞ്ഞ് പിന്നെ തലക്കുള്ളിൽ നിന്ന് മുടിയുടെ ഉള്ളിൽ നിന്ന് എടുക്കുന്ന വസ്തുക്കൾ, അതാണ് ശൂന്യതയിൽ നിന്ന് എടുത്തതായി കാണിക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ കൈകൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ച ഭസ്മമാണ് അത് ശൂന്യതയിൽ നിന്നുള്ള ഭസ്മം എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അത് കൈകൾക്കിടയിൽ നിന്നാണ് എന്നുള്ള ബോധ്യപ്പെട്ട ആ മറ പൊളിഞ്ഞാൽ അത് അത്ഭുതമല്ലാതായി തീരും. അതുകൊണ്ടാണ് തലയിൽ നിന്ന് ലഡുവും മറ്റും ഒക്കെ എടുക്കുന്ന ആളുകളോട് ഒരു തണ്ണിമത്തൻ പോലുള്ള സാധനങ്ങൾ തലയിൽ നിന്ന് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് മറുപടി ഇല്ലാത്തതും ഈ മറ എന്നതുകൊണ്ടാണ്, മറയുള്ളത് കൊണ്ടാണ്. പക്ഷെ പ്രവാചകന്മാർക്ക് ലഭിക്കുന്ന അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ദൈവികമായ അള്ളാഹു നൽകുന്നതാണ്. ഇപ്പൊ മോശെ പ്രവാചകൻ അദ്ദേഹത്തിന് ലഭിച്ച വടി, ആ വടി അദ്ദേഹം നിലത്തിട്ടപ്പോ പാമ്പായിരുന്നു. അതേ വടി കൊണ്ട് തന്നെ സമുദ്രത്തിൽ അടിച്ചപ്പോ സമുദ്രം പിളർന്ന് അതിന് മധ്യത്തിലൂടെ ഉണങ്ങിയ വഴിയുണ്ടായി. അതേ വടി തന്നെ പാറയിൽ അടിച്ചപ്പോ പാറ പിളർന്ന് 12 അരുവികൾ ഉണ്ടായി എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് അവർ യഥാർത്ഥത്തിലുള്ള പ്രവാചകന്മാരാണ്, അതല്ലാതെ ജാലവിദ്യക്കാരല്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് പ്രവാചകന്മാർക്ക് ഇതേപോലുള്ള അത്ഭുതങ്ങൾ നൽകുന്നത് അവർ പ്രവാചകന്മാരാണ് എന്ന് തിരിച്ചറിയാനാണ്, അതല്ലാതെ അവർ ദൈവമാണ് എന്ന് വാദിക്കാനല്ല. ഈസാ നബി അലൈഹിസ്സലാം യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ, ആ അത്ഭുതങ്ങൾ എങ്ങനെയാണ് അദ്ദേഹം ചെയ്തത്? അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ടാണോ? യേശുവിന്റെ കഴിവുകൊണ്ടാണോ? അല്ല. നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. യോഹന്നാന്റെ സുവിശേഷത്തിലെ 5-ാം അധ്യായത്തിലെ 19-ാമത്തെ വചനം യേശു തന്നെ പറഞ്ഞ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രനെ സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല എന്നാണ്. പിതാവ് ചെയ്തു കാണിക്കുന്നതല്ലാതെ പുത്രനെ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ പിതാവ് എന്ന് പറഞ്ഞാൽ ദൈവം, ആ ദൈവം നൽകുന്ന അതല്ലാതെ ഒരിക്കലും യേശുവിന് സ്വന്തമായി അല്ല യേശു ഈ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുള്ളത് എന്നാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ 8-ാം അധ്യായത്തിലെ 28-ാമത്തെ വചനത്തിൽ ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്നാണ് യേശു വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് ദൈവികമായ കഴിവാണ് എന്നതല്ലാതെ ദൈവികമായ അനുമതി പ്രകാരം ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഓരോ പ്രവാചകന്മാരും സ്വന്തമായി ചെയ്തതാണ് എന്ന് വ്യാഖ്യാനിക്കൽ യഥാർത്ഥത്തിൽ ബുദ്ധിയോ വിവേകവുമോ ഇല്ലാത്ത ആളുകൾ അവരുടെ ഒരു സ്വഭാവമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെയോ ഇനി ഇങ്ങനെ അത്ഭുതം കാണിക്കുന്ന ആളുകളൊക്കെ ദൈവമാണെങ്കിൽ അപ്പൊ ഈ ക്രിസ്ത്യാനികൾക്ക് തന്നെ എത്ര ദൈവം ഉണ്ടാകും? അത്ഭുതം കാണിക്കുന്നവരൊക്കെ ദൈവമാണെങ്കിൽ രാജാക്കന്മാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിലെ 4-ാം അധ്യായത്തിലെ 32 മുതൽ 37 വരെയുള്ള വചനങ്ങൾ, ആ വചനങ്ങളിൽ എലീശാ ദീർഘദർശി ശൂനേംകാരിയുടെ മരിച്ച കുട്ടിയെ ജീവിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയുകയാണ് രാജാക്കന്മാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ. അതിൽ തന്നെ രാജാക്കന്മാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ തന്നെ 4-ാം അധ്യായത്തിലെ 42 മുതൽ 44 വരെയുള്ള വചനങ്ങളിൽ എലീശ 20 അപ്പം കൊണ്ട് 100 പേരെ തീറ്റിയത് നമുക്ക് കാണാൻ കഴിയും. 20 അപ്പം കൊണ്ട് 100 പേരെ തീറ്റി, അത്ഭുതം കാണിച്ചു.
അതേപോലെ തന്നെ യഹസ്കേൽ എന്ന പ്രവാചകൻ ശ്മശാനത്തിലെ അസ്ഥികളെ മാംസം കൊണ്ട് പൊതിയിപ്പിക്കുകയും ജീവനടിക്കുകയും ചെയ്തു എന്നാണ് യഹസ്കേലിന്റെ 37 അധ്യായത്തിലെ 6 മുതൽ 10 വരെയുള്ള വചനങ്ങളിൽ കാണാൻ കഴിയുന്നത്. മരിച്ച ആളുകൾക്ക് ജീവൻ നൽകിയതല്ല യേശു ചെയ്ത്, മരിച്ച ആളുകൾക്ക് ജീവൻ നൽകിയതാണെങ്കിൽ യഹസ്കേൽ പ്രവാചകൻ ചെയ്തത് ശ്മശാനങ്ങളിലെ അസ്ഥികൾ, ആ അസ്ഥികളിൽ മാംസം കൊണ്ടുവന്ന് ആ മാംസം അത് ശരീരമാക്കി അതിന് ജീവൻ നൽകിയെന്നാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ദൈവമാണോ? എലീശ ദൈവമാണോ? അതേപോലെ തന്നെ പിന്നെ എങ്ങനെയാണ് യേശു ദൈവമാകുന്നത് ഈ ഒരു മാനദണ്ഡം വെച്ച്? അപ്പൊ ഒരിക്കലും ഇത്തരത്തിൽ അത്ഭുതങ്ങൾ കാണിച്ചു എന്നത് ഒരിക്കലും ദിവ്യത്വത്തിന്റെ തെളിവായി പറയാൻ പാടില്ല എന്നുള്ളതാണ്. എന്നിട്ട് ഇങ്ങനെ യേശു ഇന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ ഖുർആൻ പോലും യേശുവിന്റെ ദിവ്യത്വം, ദൈവികത അംഗീകരിക്കുന്നുണ്ട്. അദ്ദേഹം ദൈവമാണ് എന്നാണ് പറയുന്നത് എന്ന് ഖുർആനിലെ അധ്യായങ്ങളെ, ഖുർആനിലെ വചനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആ ഖുർആൻ നോക്കിയിട്ടാണ് ഞാൻ ക്രിസ്ത്യാനിയായത് എന്ന് വീമ്പിളക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഖുർആനോ ക്രിസ്തു മതമോ ഇസ്ലാമോ എന്താണെന്ന് പഠിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ബോധ്യപ്പെടുക. ഇനി ഇയാള് ഏതായാലും ഖുർആൻ പൂർണ്ണമായി പരിശോധിച്ച് നോക്കാൻ സാധിച്ചിട്ടില്ല. ഖുർആൻ അങ്ങനെ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ, ഖുർആൻ അയാൾ സ്വന്തമായി നോക്കിയിട്ടുണ്ടെങ്കിൽ 6666 ആയത്തുകളാണ് ഖുർആനിലെന്നും അതേപോലുള്ള കാര്യങ്ങളൊന്നും അയാൾക്ക് പറയാൻ കഴിയില്ല അയാൾ ഖുർആൻ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ. ഇനി വേണ്ട, ഖുർആനല്ല, ഇനി ബൈബിൾ പരിശോധിച്ച് നോക്കിയാൽ കഴിയോ യേശു ദൈവമാണെന്ന് പറയാൻ? ഈ അത്ഭുതങ്ങൾ വെച്ചുകൊണ്ട് ഒരിക്കലും തെളിയിക്കാൻ സാധിക്കില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്ന് മാത്രമല്ല, ബൈബിളിന്റെ ആദ്യം മുതൽ അവസാനം വരെ പുതിയതും പഴയതുമായ നിയമസംഹിതകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഇതേപോലുള്ള ഒരു ദൈവത്തെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എവിടെ നിന്നാണ് നിങ്ങൾക്ക് സാധിക്കുക? യേശു ദൈവമാണെങ്കിൽ ബൈബിൾ പഠിപ്പിച്ചത് അബ്രഹാമിന്റെയും ദാവീദിന്റെയും പുത്ര പരമ്പരയിൽ ജനിക്കുന്ന യേശുവിനെയാണ് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിലെ 1-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പരിച്ഛേദന ഏൽക്കുന്ന യേശുവിനെ സംബന്ധിച്ചാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിലെ 2-ാം അധ്യായത്തിലെ 21-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മുല കുടിക്കുന്ന യേശു ലൂക്കോസിന്റെ സുവിശേഷത്തിലെ 11-ാം അധ്യായത്തിലെ 27-ാമത്തെ വചനം. കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്ന യേശു മത്തായിയുടെ സുവിശേഷത്തിലെ 21-ാം അധ്യായത്തിലെ 5-ാമത്തെ വചനം. ഭക്ഷണവും പാനീയവും ഉപയോഗിക്കുന്ന യേശു മത്തായിയുടെ സുവിശേഷത്തിലെ 11-ാം അധ്യായത്തിലെ 19-ാമത്തെ വചനം. കിടപ്പാടമില്ലാത്ത യേശു മത്തായിയുടെ സുവിശേഷത്തിലെ 8-ാം അധ്യായത്തിലെ 20-ാമത്തെ വചനം. സഹോദരന്മാരുള്ള യേശു മത്തായിയുടെ സുവിശേഷത്തിലെ 13-ാം അധ്യായത്തിലെ 55-ാമത്തെ വചനം. വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്ന യേശു യോഹന്നാന്റെ സുവിശേഷത്തിലെ 19-ാം അധ്യായത്തിലെ 23-ാമത്തെ വചനം. ഇങ്ങനെ എത്ര വചനങ്ങൾ, അല്ല എത്ര മാനുഷികമായി ഏതൊക്കെ വികാരങ്ങളും വിചാരങ്ങളും ഉണ്ടോ അതൊക്കെ കരയുന്ന യേശു, ദുഃഖിക്കുന്ന യേശു, ശക്തി പ്രയോഗിക്കുന്ന യേശു, വാളെടുക്കാൻ ആഹ്വാനം ചെയ്യുന്ന യേശു, സഹനത്തിലൂടെ അനുസരണം അഭ്യസിക്കുന്ന യേശു. ഇങ്ങനെ പുതിയ നിയമത്തിൽ തന്നെ എത്ര വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. ദൈവത്തിന് വിശപ്പില്ല, ദൈവത്തിന് ഭക്ഷണം ആവശ്യമില്ല, ദൈവത്തിന് സഹോദരന്മാരില്ല, ദൈവം കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്നവനല്ല, ദൈവം ഏതെങ്കിലും മനുഷ്യ പരമ്പരയിൽ ജനിച്ചവനല്ല, പരിച്ഛേദന ഏൽക്കാറില്ല, ദൈവം മുല കുടിക്കാറില്ല. ഇങ്ങനെ ഭക്ഷണ പാനീയങ്ങൾ ഉപയോഗിക്കുന്ന കേവലം ഒരു മനുഷ്യനായി എങ്ങനെയാണ് ദൈവത്തെ പരിചയപ്പെടുത്താൻ കഴിയുക? അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ബൈബിൾ പോലും ആത്മാർത്ഥമായി പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങൾ പറയാൻ ഒരിക്കലും ഇതേപോലുള്ള പാതിരിമാർക്ക്, കൊച്ചച്ചന്മാർക്ക് യഥാർത്ഥത്തിൽ സാധിക്കുമായിരുന്നില്ല എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇയാളുടെ പ്രശ്നം ഇതൊന്നല്ല. ഇയാൾക്ക് എന്തിനാണ് ഇയാൾ ഈ അത്ഭുത സിദ്ധികളൊക്കെ യേശുവിനിത്ര ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് ഇയാൾ പറയുന്നത് എന്തിനാണ്? അയാളുടെ മനസ്സിലിരിപ്പ് മറ്റൊന്നാണ്, അത് അയാൾ തന്നെ വിശദീകരിക്കും. ഖുർആനിലെ 114 അധ്യായങ്ങളിലെ 6666 വാക്യങ്ങളും മുഴുവനും പഠിച്ചാലും മുഹമ്മദ് നബിയോ അള്ളാഹുവോ ഒരു രോഗിയെ സുഖപ്പെടുത്തി എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഖുർആനിലെ മൊത്തം 114 അധ്യായങ്ങളും പരിശോധിച്ച് നോക്കിയാലും അള്ളാഹുവോ മുഹമ്മദ് നബിയോ ഒരു രോഗിയുടെ രോഗം സുഖപ്പെടുത്തി എന്ന് ഖുർആനിൽ ഇല്ല എന്നാണ്. അപ്പൊ ഖുർആനിൽ അതില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇത് തെളിയിക്കണം.
ആ യേശു സുഖപ്പെടുത്തി, മുഹമ്മദ് നബി സുഖപ്പെടുത്തി എന്നില്ല, അള്ളാഹു സുഖപ്പെടുത്തി എന്നില്ല. അതുകൊണ്ട് യേശു സുഖപ്പെടുത്തി എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കണം. യഥാർത്ഥത്തിൽ ഖുർആനിലെ പല ഭാഗങ്ങളിലായി അഥവാ ഇസ്ലാം പഠിപ്പിക്കുന്നത് രോഗം സുഖപ്പെടുത്തുന്നവൻ അള്ളാഹു ആണ് എന്നാണ്. ഇതാരാ പറഞ്ഞത്? ഇനി മുഹമ്മദ് നബി പറയണ്ട. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ അംഗീകരിക്കുന്ന ഒരു പ്രവാചകനുണ്ട്. അല്ലെ, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ അംഗീകരിക്കുന്ന ഒരു പ്രവാചകൻ. ആരാണ് ആ പ്രവാചകൻ? അദ്ദേഹം തന്നെ വിശദീകരിക്കും. മുസ്ലിമീങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഇടയിൽ ഒരുപാട് ബന്ധങ്ങളുണ്ടെന്ന ചരിത്രകാരന്മാർ പഠിപ്പിക്കുക. ഒരു ഉദാഹരണത്തിന്, ലോകത്തിലെ എല്ലാ ക്രിസ്ത്യാനികളും വിശ്വാസികളുടെ പിതാവായി അംഗീകരിക്കുന്നത് അബ്രഹാം പ്രവാചകനെയാണ്. ആരെയാണ്? ഇതേപോലെ എല്ലാ മുസ്ലിമീങ്ങളും വിശ്വാസികളുടെ പിതാവായി അംഗീകരിക്കുന്നത് അബ്രഹാമിനെയാണ്. ആ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ വിശ്വാസികളുടെ പിതാവായി അംഗീകരിക്കുന്നത് അബ്രഹാമിനെയാണ്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോ ആ ദൈവത്തോട് പറഞ്ഞതായി ഖുർആനിലെ 26-ാം അധ്യായം സൂറത്ത് ശുആറയിലെ 82-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഫഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, എനിക്ക് രോഗം വന്നാൽ എനിക്ക് ശമനം നൽകുന്നവൻ അല്ലാഹു ആണ് എന്നാണ്. അവർ രോഗം വന്നാൽ ശമനം നൽകുന്നവൻ അള്ളാഹുവാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിൽ പോലും രോഗം വന്നപ്പോ ആ രോഗത്തെ ശമിപ്പിച്ചവൻ, ആ രോഗത്തിന് ശമനം നൽകിയവൻ അള്ളാഹുവാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഖുർആനിലെ അധ്യായത്തിന്റെയും ആയത്തുകളുടെയും നമ്പർ അത് എവിടുന്നോ കേട്ട് പറഞ്ഞ് അതിലൊന്നും പരിശോധിച്ചു നോക്കിയാൽ കാണാൻ കഴിയൂല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് വിചാരിക്കുക ഇയാള് ഇത് ആദ്യം മുതൽ അവസാനം വരെ വായിച്ചിട്ടുണ്ടാവും എന്നാണ്. പക്ഷെ ഇതല്ല. ഇയാള് പിന്നെയും പറയുന്നുണ്ട് അബദ്ധകരമായ വർത്തമാനങ്ങൾ. ഇയാൾക്ക് പോലും അസുഖം ഉണ്ടായിട്ട് ഒരുപാട് പ്രാർത്ഥിച്ചു, പക്ഷെ അയാൾക്ക് ഉത്തരം കിട്ടിയിട്ടില്ല എന്നാണ് അയാൾ തന്നെ പറയട്ടെ. പണ്ട് മുസ്ലിമായിരുന്ന കാലത്ത് ഞാൻ ഒത്തിരി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, പക്ഷെ അള്ളാഹ് തമ്പുരാൻ ആരെയും സുഖപ്പെടുത്തിയില്ല. എനിക്ക് രോഗം വന്ന് പ്രാർത്ഥിച്ചു, എന്നെയും സുഖപ്പെടുത്തിയില്ല. ഇയാള് പല ആളുകൾക്ക് വേണ്ടി മുസ്ലിം ആയിരുന്ന കാലത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്, പക്ഷെ ഒറ്റ പ്രാർത്ഥനയും അള്ളാഹു സ്വീകരിച്ചിട്ടില്ല. അതേപോലെ തന്നെ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി, അയാൾക്ക് വേണ്ടിയിട്ടും മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിച്ചു, പക്ഷെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചിട്ടില്ല എന്നാണ്. യഥാർത്ഥത്തിൽ ഇപ്പോ ഇസ്ലാമികമായ കാഴ്ചപ്പാടനുസരിച്ച് പ്രാർത്ഥന തിരസ്കരിക്കുന്ന, പ്രാർത്ഥന സ്വീകരിക്കാത്ത ചില രംഗങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോ അന്യായമായ മുതൽ ഭക്ഷിക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ ഹറാമായത് ഉപയോഗിക്കുന്ന ആളുകൾ എന്നിങ്ങനെ ചില ആളുകളെ തരംതിരിച്ചിട്ടുണ്ട്. അവരുടെ പ്രാർത്ഥന സ്വീകരിക്കില്ല എന്ന രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിട്ടുണ്ട്. അയാൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അങ്ങനെ ആയതുകൊണ്ടാണോ എന്താണോ എന്നറിയില്ല, അതോ അദ്ദേഹം ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി പറഞ്ഞതാണോ എന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇസ്ലാമിനെ തമസ്കരിക്കുവാൻ വേണ്ടി അദ്ദേഹം മനഃപൂർവ്വം പറഞ്ഞൊരു വർത്തമാനാണിത്. കാരണം ഇയാളുടെ ജീവിതത്തിൽ തന്നെ അപകടകരമായ ഒരു ഘട്ടം ഉണ്ടായിരുന്നു. ഇയാൾ ക്രിസ്ത്യാനിയൊന്നും അല്ലാത്തൊരു കാലഘട്ടം, ഇയാളുടെ നിയന്ത്രണത്തിൽ ഇയാളുടെ ശരീരമില്ലാത്തൊരു കാലഘട്ടം അയാൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ കഴിഞ്ഞു പോയപ്പോ എങ്ങനെയായിരുന്നു ആ അവസ്ഥ? ഏതെല്ലാം രൂപത്തിലുള്ള രോഗമായിരുന്നു? അതാരാണ് സുഖപ്പെടുത്തിയത്? അത് അദ്ദേഹം തന്നെ വിശദീകരിക്കും. ഞാൻ എൻ്റെ ഉമ്മയുടെ വയറ്റിലുള്ളപ്പോൾ ഉമ്മയുടെ ഗർഭാശയത്തിൽ ഒരു പഴുപ്പുണ്ടായി. അത് വളരെ ഗുരുതരമായി. ഉമ്മയെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി പരിശോധിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു കുഞ്ഞു വയറ്റിൽ മരിച്ചു. കുഞ്ഞിന്റെ ആരോഗ്യത്തിന് വല്ല മരുന്നും കൊടുത്ത അമ്മ മരിച്ചു. അമ്മയുടെ ആരോഗ്യത്തിന് വല്ല മരുന്നും കൊടുത്താൽ കുഞ്ഞു മരിച്ചു. ഇപ്പം ഇനിയിപ്പോൾ ആർക്ക് മരുന്ന് കൊടുക്കും? നിങ്ങൾ പറ അമ്മച്ചിമാരെ, അമ്മയ്ക്ക് കൊടുക്കണോ കുഞ്ഞിന് കൊടുക്കണോ? അമ്മയ്ക്ക് കൊടുക്കണോ എന്ന് പറഞ്ഞാൽ എന്നെ കൊല്ലണോ എന്നല്ലേ? അല്ലെങ്കിൽ ഇപ്പോഴത്തെ മോഡേൺ പെണ്ണുങ്ങൾക്കൊക്കെ വയറ്റിലുള്ള കുഞ്ഞിനെ എങ്ങനെ കൊല്ലണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യാൻ? പക്ഷെ എൻ്റെ ഉമ്മ അങ്ങനെ മരുന്നൊന്നും കഴിച്ചിട്ട് എന്നെ കൊന്നില്ല. ദൈവത്തിനൊരായിരം നന്ദി. എൻ്റെ ഉമ്മ ചെയ്ത് എന്താണെന്നോ, ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം ഡോക്ടറിൻ്റെ കയ്യിലോ മരുന്നിലോ ഒന്നുമല്ല, തമ്പുരാൻ്റെ കയ്യിലാണ്. ഞാൻ എൻ്റെ ഉമ്മയെ വളരെയധികം ഓർത്ത് സന്തോഷിക്കുന്നൊരു കാര്യം, ഉമ്മയ്ക്ക് ഭയങ്കര ദൈവാശ്രയം. എന്ത് സംഭവിച്ചാലും ദൈവാശ്രയം കൂടുതലാണ്. ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കുമ്പോൾ എൻ്റെ അപ്പനോട് പറയാറുണ്ട്, ഞാൻ നിങ്ങളിൽ ആശ്രയിക്കുന്നില്ല പൊന്നെ, ഞാൻ എൻ്റെ അള്ളാഹുവിലാണ് ആശ്രയിക്കുന്നത്. ആശ്രയം എപ്പോഴും ദൈവത്തിൽ. അതുകൊണ്ട് കൊച്ചിൻ്റെ ജീവനിലും ആശ്രയിച്ച് ദൈവത്തിൽ. എന്നിട്ട് ഉമ്മ പ്രാർത്ഥിച്ചു, ദൈവമേ വയറ്റിലുള്ള കുഞ്ഞിനെ നീ ജീവൻ കൊടുത്താൽ കുഞ്ഞിനെ ഞാൻ നിനക്ക് തരാം.
സർവശക്തനായ അള്ളാഹു എൻ്റെ ഉമ്മയുടെ പ്രാർത്ഥന കേട്ടത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ജീവനോട് ഇവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ വയറ്റിൽ മരിച്ചുകൊണ്ടവനാണ്. ഇപ്പൊ മനസ്സിലായില്ലേ? അതോ ഇയാൾ ഇപ്പോഴും അയാള് അവിടെ നിൽക്കാനുള്ള കാരണം ദൈവത്തിന്റെ ഈ കൃപ കൊണ്ടാണ്. എന്നിട്ട് അയാൾ പറയുന്നത്, രോഗം വന്ന് ഞാനും ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല, മറ്റുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, എന്നിട്ട് ഉത്തരം കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അയാളുടെ ജീവിതം പോലും ഇന്നും നിലനിൽക്കുന്നത് അന്നത്തെ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് എന്ന് അയാൾ പറയുമ്പോൾ ഇതെങ്ങനെ പരസ്പരം യോജിച്ചു പോകുന്നുള്ളതാണ്. അല്ല, ഇപ്പൊ ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി, ഇസ്ലാമിനെ മോശമായി അവതരിപ്പിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയാ, അതിന്റെ കൂട്ടത്തിൽ വന്നതൊക്കെ വായയിൽ വന്നത് കോതക്ക് പാട്ട് എന്ന് സാധാരണ പറയാറുണ്ട്. അതേപോലെ ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു എന്ന് മാത്രം. ഇനി ഇദ്ദേഹത്തിന്റെ പ്രശ്നം, അടുത്ത ഇദ്ദേഹത്തിന്റെ പ്രശ്നം, ഇസ്ലാമിൽ രണ്ട് തരത്തിൽ, ഇസ്ലാമിൽ അള്ളാഹു അടിമകളെ എന്നാണ് ആളുകൾ വിളിക്കുന്നത് എന്നും ഇദ്ദേഹത്തിന് ക്രൈസ്തവ മതത്തിന്റെ ഒരു വ്യത്യാസം ബോധ്യപ്പെട്ടത് അവിടെയാണ് എന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. അച്ഛൻ വന്നിട്ട് ഒരു വചനം വായിച്ച് അതിന് വ്യാഖ്യാനം കൊടുത്തു. ആ വ്യാഖ്യാനം എൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്വാധീനിച്ചു. കാരണം മുസ്ലിമീങ്ങളുടെ ഖുർആനിലെ എല്ലാ അധ്യായങ്ങളിലും അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണ്: വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ. ഓ മനുഷ്യരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടിമകളാണ്, ഞാൻ നിങ്ങളുടെ യജമാനനാണ്, ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ ഞാൻ ശിക്ഷിക്കും. അള്ളാഹു പറയാണ്, ഞാൻ അവൻ്റെ അടിമയാണ്, അവൻ എൻ്റെ യജമാനനാണ്. അടിമയ്ക്ക് യജമാനനെ സ്നേഹിക്കാൻ പറ്റിയല്ല, യജമാനന് അടിമയെ സ്നേഹിക്കാൻ പറ്റിയല്ല. ഇയാൾ ഓതിയെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒന്നാമത്തെ മുസ്ലിമുകളുടെ ഖുർആനിലെ എല്ലാ അധ്യായങ്ങളിലും ഉള്ളത് ഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന എന്നുള്ള ആയത്താണെന്നാണ്. അങ്ങനെ എല്ലാ അധ്യായങ്ങളിലും ഉണ്ടെങ്കിൽ ചുരുങ്ങിയത് 114 തവണയെങ്കിലും ആ ആയത്ത് ഉണ്ടാവണം. പക്ഷെ ഖുർആൻ പരിശോധിച്ച് നോക്കി ഏത് അധ്യായത്തിലാണ് അത് കാണാൻ കഴിയുന്നുള്ളത് കൃത്യമാണ്. എല്ലാ അധ്യായത്തിലും എന്നല്ല, ആകെ ഒരു അധ്യായത്തിൽ മാത്രമാണ് അത് ഉള്ളത്, ആ ആയത്തുള്ളത്. ഇദ്ദേഹം പിന്നെ ഇങ്ങനെയാണ് ഇസ്ലാമിനെ പഠിച്ചതെങ്കിൽ പിന്നെ ഇയാള് ഇതിലും വലുതായിരിക്കും പറയാം. അല്ലെ, 10 കൊല്ലം അറബി കോളേജിൽ പഠിച്ചു എന്നിട്ട് അയാൾ പഠിച്ചത് ഒരു പ്രാവശ്യമെങ്കിലും ഖുർആനിലെ 2 സൂറത്തെങ്കിലും മുഴുവനായി അയാൾക്ക് ഓതാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഓതാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൊട്ടത്തരം അയാൾക്കൊരിക്കലും പറയാൻ കഴിയില്ലായിരുന്നു. എന്നിട്ട് അതിന് അർത്ഥം പറഞ്ഞതോ അല്ലെ, വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന. അള്ളാഹുവിന്റെ അടിമകൾ ഭൂമിയിലൂടെ നടക്കുകയാണെങ്കിൽ അവർ വിനയത്തോടുകൂടെ, താഴ്മയോടുകൂടെയാണ് ഭൂമിയുടെ നടക്കുക എന്നുള്ള ആയത്താണ് അദ്ദേഹം ഓതിയത്. അതിന്റെ അർത്ഥം അതാണ് യഥാർത്ഥത്തിലുള്ള അർത്ഥം. പക്ഷെ അദ്ദേഹം പിന്നെ ഓ മനുഷ്യരെ, നിങ്ങളെല്ലാം എൻ്റെ അടിമകളാണ്, ഞാൻ നിങ്ങളുടെ യജമാനനും, ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം, അനുസരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടും എന്നാണ് അതിന് അർത്ഥം പറഞ്ഞത്. എന്തൊരു വിവരക്കേടാണ് എന്ന് മാത്രമേ അതിന് മാന്യമായ രൂപത്തിൽ പറയാൻ നമുക്ക് സാധിക്കുള്ളൂ. കാരണം ഇതേപോലുള്ള വിവരക്കേടുകളാണ് ഇന്ന് ക്രൈസ്തവ മിഷണറിമാരിലെ ഏറ്റവും വലിയ ഭൗതിക കേന്ദ്രമായി അറിയപ്പെടുന്നതെങ്കിൽ മുസ്ലിമായി ഇസ്ലാമൊക്കെ പഠിച്ചിട്ട് ഒരാൾ ക്രിസ്ത്യാനി ആയപ്പോഴാണ് ഈ കോലമെങ്കിൽ, ഇതൊന്നല്ലാതെ പാരമ്പര്യമായി ക്രിസ്ത്യാനികളായി ഇസ്ലാമിനെ എതിർക്കുന്ന ആളുകളുടെ വായിൽ നിന്നൊക്കെ എത്ര വലിയ അബദ്ധങ്ങളായിരിക്കും പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്നത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ഒരിക്കലും ഖുർആനിലെ എല്ലാ അധ്യായങ്ങളും അങ്ങനെയല്ല, എല്ലാ അധ്യായങ്ങളിലും അത് കാണാൻ കഴിയില്ല. ഖുർആനിലെ ഒരൊറ്റ അധ്യായത്തിൽ മാത്രമേ അത് കാണാൻ കഴിയുന്നുള്ളൂ, ആ ആയത്ത്. പിന്നെ ആയത്തുള്ള പ്രശ്നം എന്താണ്? അള്ളാഹു അടിമ എന്ന് വിളിച്ചു അല്ലെ, അടിമ എന്നാണ് മനുഷ്യരെ അഭിസംബോധന ചെയ്തത്. അപ്പോൾ അടിമക്ക് യജമാനനോടുള്ള സ്നേഹം, യജമാനൻ അടിമയോടുള്ള സ്നേഹം, അത് രണ്ടും ശരിക്കും സ്നേഹം ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ ഇത് ഖുർആനിൽ മാത്രമുള്ള ഒരു പ്രയോഗമാണോ? വെളിപാട് പുസ്തകത്തിൽ അപ്പോസ്തല പ്രവൃത്തികളിലൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഒരുപാട് തവണ നമുക്ക് അവിടെ ദാസന്മാർ എന്ന്, അഥവാ ആളുകളെ, മനുഷ്യരെ ദാസന്മാർ, ദാസന്മാർ എന്ന് പരിചയപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. ദാസൻ എന്ന് പറഞ്ഞാൽ ഇബാദ് എന്ന പദത്തിന്റെ അർത്ഥം ദാസൻ, അടിമ എന്നാണ്. അതേ പ്രയോഗം തന്നെയാണ്, ദാസൻ എന്ന പ്രയോഗമാണ് ബൈബിളിലെ വ്യത്യസ്തങ്ങളായ അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ ഇയാളുടെ ഉദ്ദേശം അങ്ങനെയല്ല. ഇയാൾ ഉദ്ദേശിച്ചത് ദൈവം, അത് പിന്നെ ഒരു മകൻ എന്നുള്ള രൂപത്തിൽ ദൈവം വിളിക്കണമെങ്കിൽ ആ മകനും ദൈവവും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകും. ആ ഏത് ബന്ധാണ്? ഇയാൾ ഉദ്ദേശിക്കുന്ന ബന്ധം ഭൗതികമായ ലാഭമാണ്. അല്ലെ, അയാളുടെ ജീവിതത്തിലെ തന്നെ ഒരു സംഭവം അയാൾ വിശദീകരിക്കുന്നുണ്ട്. ഒരു സംഭവം പറയാം.
വർഷമായില്ല. ഒരിക്കലും ഞാൻ അവിടെ സ്റ്റേജ് ക്ലാസ് സാക്ഷ്യം പറയാൻ കയറിയപ്പോൾ എൻ്റെ അപ്പനെ പോലെ മുമ്പിൽ ഒരാൾ എൻ്റെ നെഞ്ചു കിടന്ന് വല്ലാതെ വിറക്കാൻ തുടങ്ങി. അയ്യോ എൻ്റെ അപ്പൻ ഇവിടെ കിടക്കും. പ്രസംഗം കഴിഞ്ഞ് ഞാൻ ഒക്കെ അമ്മിക്ക് പിടിച്ച് സ്റ്റേജിൻ്റെ പുറകെ ചെന്നപ്പോൾ ഈ മനുഷ്യൻ എന്നെ വന്ന് കേട്ടി ഒറ്റപ്പെടുത്തി. എന്നിട്ട് എൻ്റെ മോനേന്നങ്ങ് വിളിച്ചു. ഇയാൾ എന്നെ മോനെന്ന് വിളിച്ചപ്പോൾ ഞാൻ അറിയാതെ അപ്പച്ചാന്നങ്ങ് വിളിച്ചു. അയാൾ എൻ്റെ അപ്പനും അല്ല, ഞാൻ അയാളുടെ മോനും അല്ല. പക്ഷേ ഞങ്ങൾ അങ്ങനെ അങ്ങ് പരസ്പരം വിളിച്ചു പോയി ആ കെട്ടിപ്പിടുത്തത്തിൽ. പിന്നെ അയാൾക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്, എനിക്ക് അയാളോട് ഭയങ്കര സ്നേഹമാണ്. എല്ലാ ആഴ്ചയും ഫോൺ ചെയ്തിട്ട് എനിക്ക് സുഖമാണോ എന്ന് അയാൾ അന്വേഷിക്കും. എല്ലാ ക്രിസ്മസ് ഈസ്റ്ററിനൊക്കെ എനിക്ക് പാൻറ്റും ഷർട്ടും ഷൂ ഒക്കെ മേടിച്ച് ഇയാൾ വരും. തമിഴ്നാട്ടിലെങ്ങാനുള്ള മനുഷ്യൻ എന്നെ കാണാൻ വേണ്ടി കഷ്ടപ്പെട്ടു വരും. അങ്ങനെ ഭയങ്കര സ്നേഹം ഞങ്ങൾ തമ്മിൽ, അപ്പനായി മോനായി. അയാളുടെ ബാക്കി മക്കൾക്കൊക്കെ എന്നെ അതിൻ്റെ അപ്പുറം സ്നേഹം, അവരെക്കാൾ അവർക്ക് എന്നോട് സ്നേഹമായി. പക്ഷെ നിങ്ങൾക്കൊരു കഥ ഒക്കെ അടുത്ത നാളിൽ അയാൾ മരിച്ചുപോയി. മരിച്ചതല്ല എനിക്ക് സങ്കടമായി. എനിക്ക് സങ്കടമായത് എന്താണെന്ന് തുറന്നു പറഞ്ഞോട്ടെ. അയാൾ മരിക്കുന്നതിന് മുമ്പ് വിൽപ്പത്രം എഴുതിയിട്ടുണ്ടായിരുന്നു. അയാളുടെ പ്രോപ്പർട്ടി അയാളുടെ എല്ലാ മക്കൾക്കും എഴുതി കൊടുത്തിട്ട് എനിക്ക് 1 സെന്റ് പോലും അയാൾ എഴുതി വെച്ചില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പാന്ന് വിളിച്ചത് വേസ്റ്റായി. അപ്പൊ ഇയാളെ സ്നേഹം മനസ്സിലായില്ലേ? ഇയാൾ ആഗ്രഹിക്കുന്ന മുഴുവനും ഒരാളെ ഇയാളെ ആ സംഭവം കേട്ടാൽ തന്നെ കേൾക്കുന്ന ആളുകൾക്ക് അറിയാം അതിന്റെ ആധികാരികത എത്രമാത്രം ഉണ്ട് എന്നുള്ളത്. എന്നിട്ട് ഇയാള് മരിച്ചു പോയപ്പോ ഇയാൾക്ക് ഏറ്റവും വലിയ സങ്കടം ഇയാളുടെ പ്രോപ്പർട്ടികളിൽ ഒന്നുപോലും ഇയാളുടെ പേരിൽ എഴുതി വെച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ ഒരു സ്നേഹബന്ധമാണ് ഇയാൾ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ദൈവത്തിൽ മാത്രമല്ല, ഇയാൾ ഇന്ന് ഉൾക്കൊള്ളുന്ന ആശയങ്ങളിൽ അടക്കമുള്ള അയാളിൽ നിന്നുള്ള പ്രകടമായ സ്നേഹം ഈ രൂപത്തിലുള്ള സ്നേഹമാണ്. ഞാൻ ആ ഭാഗം കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സ്നേഹമാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ഒരിക്കലും ഒരു യജമാനൻ അടിമ എന്ന് പറയുമ്പോഴേക്ക് ആ അടിമകൾക്ക് യജമാനനോടുള്ള സ്നേഹമോ യജമാനൻ അടിമയോടുള്ള സ്നേഹമോ ഇല്ലാതാവുന്നില്ല. ഒരു ദൈവം, ആ ദൈവത്തിന്റെ സൃഷ്ടി അള്ളാഹുവിന്റെ സൃഷ്ടികളോട് ഒരിക്കലും സ്നേഹമില്ലാതായി തീരുന്നില്ല. അതേപോലെ തന്നെ അള്ളാഹുവിന് സൃഷ്ടികൾക്ക് അള്ളാഹുവിനോടുള്ള സ്നേഹവും ഈ കേവലം ഈ ഒരു പ്രയോഗമോ ഈ പദം കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അഭിസംബോധന കൊണ്ടോ ഒരിക്കലും നഷ്ടമാകുന്നില്ല എന്നാണ്. ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ അറിയാം. സ്വന്തം ജീവിതം അപകടത്തിലായിരുന്നപ്പോൾ പോലും ദൈവത്തിന് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ച ആളുകളെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുമെങ്കിൽ, അതോടൊപ്പം തന്നെ മനുഷ്യ സമൂഹത്തിന് തിന്മകൾ ചെയ്യുന്ന പാപങ്ങൾ ചെയ്ത ആളുകളോട് പോലും ഖുൽ യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഖുർആനിലെ 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 53-ാമത്തെ വചനത്തിലൂടെ പാപങ്ങൾ ചെയ്തു പോയ ആളുകളോട് പോലും എന്റെ അടിമകൾ എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറഞ്ഞത് ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, നിങ്ങൾ ഒരിക്കലും എന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിരാശപ്പെടരുത് എന്നാണ്. അല്ലെ, വലിയ വലിയ തിന്മകൾ ചെയ്ത ആളുകളാണെങ്കിൽ പോലും ഒരിക്കലും നിങ്ങൾ എന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിരാശപ്പെടരുത്. കാരണം ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, ഞാൻ നിങ്ങളുടെ പാപങ്ങൾ മുഴുവനും പൊറുക്കും. കാരണം ഞാൻ പാപങ്ങൾ പൊറുക്കുന്നവനാണ്, കാരുണ്യവാനാണ് എന്ന് പരിചയപ്പെടുത്തിയ നാഥൻ കേവലം ഒരു അടിമ എന്ന പ്രയോഗത്തിലൂടെ ആ അള്ളാഹുവിന് തന്റെ അടിമകളോടുള്ള തന്റെ സൃഷ്ടികളോടുള്ള സ്നേഹം നഷ്ടപ്പെടുമെന്ന് പറയാൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുന്നത്? അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു സ്നേഹമല്ല യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഏതെങ്കിലും വ്യക്തികളെ സ്നേഹിക്കുമ്പോൾ പോലും അവരുടെ സമ്പത്തിനെ ആഗ്രഹിച്ചു കൊണ്ടല്ല സ്നേഹിക്കേണ്ടത്. അത് ഇത്തരത്തിലുള്ള പാതിരിമാരുടെ പ്രത്യേകതയാണ് എന്നത് കൂടെ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പൊ ഇസ്ലാമിനെ കുറിച്ച് 10 കൊല്ലം പഠിച്ചു, അല്ലെങ്കിൽ അതിനുശേഷവും ഒക്കെ നേരത്തെ മുതൽ തന്നെ തമ്പുരാന് വേണ്ടിയുള്ള കുട്ടിയായി അങ്ങനെ ഒരു ഇസ്ലാമികമായ ജീവിതം നയിച്ചു എന്നൊക്കെ പറയുന്ന ഈ വ്യക്തി, ഇയാൾ ഖുർആൻ ഓതിയിട്ട് പറയാണ് ഖുർആനിൽ സംശയം ഉണ്ടെങ്കിൽ ബൈബിൾ വായിക്കണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അയാൾ തന്നെ ഓതട്ടെ. അവസാനം ഞാൻ ഈ തർക്കങ്ങളൊക്കെ മൂത്തിട്ട് ഒരു ദിവസം എൻ്റെ ഖുർആൻ കയ്യിൽ വെച്ചിട്ട് അള്ളാഹുവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, ഞാൻ എൻ്റെ ഉമ്മയുടെ വയറ്റിലുള്ളപ്പോഴേ മരിച്ചു എന്ന് നാട്ടുകാർ പറഞ്ഞു, നീ എന്നെ രക്ഷിച്ചു, അറബി കോളേജ് പറഞ്ഞു വിട്ടു, ഉസ്താദാക്കി, യേശു ആരാന്നറിയാൻ പാടില്ലായിരുന്നു, നിന്നോട് ചോദിച്ചു, നിന്റെ ഖുർആൻ വായിച്ചു, ഞാനിപ്പോൾ ആകെ കൺഫ്യൂഷനായി. അള്ളാഹ് നീ തന്നെ പറയുന്നത് ഞാൻ എന്താ ചെയ്യണ്ടേ? അള്ളാഹിനോടാ ചോദ്യം, വേറെ ആരോടുമില്ല, എൻ്റെ ദൈവത്തോട്. പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ഖുർആൻ തുറന്നപ്പോൾ കണ്ട വചനം ഖുർആനിൻ്റെ 10-ാം അധ്യായം 94-ാം വാക്യം. എന്താ പറയുന്നതെന്നറിയോ? فإن كنتم في شك مما أنزلنا إليك فاسأل الذين يقرؤون الكتاب من قبلك لقد جاءك الحق فلا تكونن من الممترين. ഞാൻ നിനക്ക് തന്നിരിക്കുന്ന ഈ ഖുർആനിനകത്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നീ പോയി ബൈബിൾ വായിക്കുക, അപ്പോൾ നിന്റെ സംശയം തീരും എന്ന ഖുർആനിന്റെ 10-ാം അധ്യായം 94-ാം വാക്യം. ഖുർആനിൽ സംശയം ഉണ്ടെങ്കിൽ പോയി ബൈബിൾ വായിക്കാൻ. ഇയാള്
സംശയം ഇങ്ങനെ വന്നപ്പോ തന്നെ, മനസ്സിനൊരു അസ്വസ്ഥത വന്നപ്പോ തന്നെ ഖുർആൻ തുറന്നു നോക്കിയപ്പോ കണ്ട ആയത്താണ് ഖുർആനിലെ 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ 94-ാമത്തെ വചനം അല്ലെ. നേരത്തെ തന്നെ ഇത് വായിച്ചു വെച്ച ഒരു അടയാളം വെച്ചിട്ടായിരിക്കും ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് തുറക്കുക, അല്ലെങ്കിൽ തുറക്കുന്ന സമയത്ത് തന്നെ കൃത്യമായി ആയത്തൊന്നും കിട്ടൂല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഇങ്ങനെ ഇയാൾ വായിച്ചതുപോലെ ഒരർത്ഥം വിശുദ്ധ ഖുർആനിലെ ഈ ഒരു ആയത്തിന് ഇയാൾ പറഞ്ഞതുപോലെയുള്ള അർത്ഥം ഇയാൾ എന്നല്ല, ഇയാൾ ഏതായാലും ക്രൈസ്തവ മതത്തിൽ പ്രാക്ടീസൊക്കെ ആയി വരണല്ലേ ഉള്ളൂ. ഇങ്ങനെ നേരത്തെ മുതലേ, കുട്ടിക്കാലം മുതലേ ക്രൈസ്തവ മതത്തിൽ അടഞ്ഞുകൂടിയിരുന്ന ഏതെങ്കിലും ക്രൈസ്തവ പാതിരിമാർക്ക് ഇയാൾ പറഞ്ഞതുപോലുള്ള ഒരർത്ഥം ഖുർആനിൽ നിന്ന് തെളിയിക്കാൻ കഴിയും? ഖുർആനിൽ സംശയം ഉണ്ടെങ്കിൽ ബൈബിൾ പോയി വായിക്കാൻ വേണ്ടി ഖുർആൻ പറഞ്ഞു. എന്താണ് ഖുർആൻ പറഞ്ഞത്? ഫൈൻ കുൻത ഫീ ശക്കിൻ മിമ്മാ അൻസൽനാ ഇലൈക ഫസ്അലില്ലദീന യഖറഊനൽ കിതാബ് മിൻ ഖബ്ലിക്. ഇനി നിനക്ക് നാം അവതരിപ്പിച്ചു തന്നതിനെ പറ്റി നിനക്ക് വല്ല സംശയമുണ്ടെങ്കിൽ നിനക്ക് മുമ്പ് തന്നെ വേദഗ്രന്ഥം വായിച്ചു വരുന്നവരോട് ചോദിച്ചു നോക്കുക. അല്ലെ ഇയാൾ പറഞ്ഞത്? ഖുർആനിൽ സംശയം ഉണ്ടെങ്കിൽ ബൈബിൾ വായിക്കണം എന്ന് ഖുർആൻ പറഞ്ഞു. ഖുർആൻ പറഞ്ഞത് ഈ വിഷയത്തിൽ ഏതെങ്കിലും നിനക്ക് സംശയമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഖുർആനിൽ സംശയം ഉണ്ടെങ്കിൽ എന്നല്ല, മറിച്ച് ദിവ്യത്വത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ, പ്രവാചകത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ, ഇതിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പ്രവാചകത്തെ ദിവ്യത്വ സന്ദേശങ്ങളെ സംബന്ധിച്ച് നിനക്ക് സംശയം ഉണ്ടെങ്കിൽ ഖുർആൻ വായിച്ചിട്ട് മതിയാകാത്തത് കൊണ്ടല്ല, മറിച്ച് നിനക്ക് ബോധ്യപ്പെടണമെങ്കിൽ വേദഗ്രന്ഥം വായിക്കുന്ന ആളുകൾ, അല്ല വേദഗ്രന്ഥത്തോടല്ല, ബൈബിൾ വായിക്കാനല്ല, ബൈബിൾ വായിച്ചിരുന്ന